ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കണ്ണീര് കാണിക്കാൻ നീ മിടിക്കുകയാണെന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ഈ കണിമംഗലത്ത് വില പോവില്ല. ഇനി മുതൽ വരുണിന്റെ മുമ്പിൽ നീ എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാരും കൂടി എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ തിരിച്ചു തോൽപ്പിക്കാൻ എനിക്കും അറിയാം. ഏറ്റവും നല്ല വാക്കുകൾ മാത്രം സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളോടാ ഏറ്റവും കടുത്ത വാക്കുകൾ ഞാനിപ്പോ പറഞ്ഞത്. എന്നെ ഈ വിധിയിൽ ഇങ്ങനെ തളച്ചിടാനാണ് ഉദ്ദേശം. വേറൊന്നും വേണ്ട. അമ്മയുടെ അനുവാദത്തോടെ ഇവിടെ ഒന്നും പോവാൻ ഒരവസരം അതുണ്ടാക്കി തന്നാ മതി. എനിക്ക് വരണ്ട മുഖത്ത് നോക്കി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒരു വാക്ക് പറയേണ്ടി വരുമ്പോ എന്റെ ചക്ക് പൊടിയ. എന്നെ മാത്രം മനസ്സിൽ വിചാരിച്ച് നടക്കുന്ന ഒരാളോട് എന്തിനൊരു പരിധിയില്ലേ? എന്താ ഒന്ന് കണ്ണു തുറക്കാത്തത്? എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അർഹിച്ചതല്ലെങ്കിൽ എന്റെ മനസ്സൊന്ന് മായ്ച്ചു കളയാൻ. ഇനി വരുന്നോട് ദേഷ്യപ്പെടേണ്ടി വരുമ്പോ നെഞ്ചു പൊട്ടി ആ കൈകളിലേക്കൊന്ന് വീഴ്ത്തിത്താ. എന്നൊന്ന് അവസാനിപ്പിച്ചതാ. അത്രയെങ്കിലും കരുണ എന്നോട് കാണിക്കും ഭഗവാനെ. അതെ, അരുതാതെ ചെയ്തിട്ട് ഭഗവാന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പോവരുത്. എനിക്ക് സംസാരിക്കാനുള്ളത് കേട്ടിട്ടേ പോകാവൂ. എനിക്കൊന്നും പറയാനില്ല രാധികെ. എനിക്ക് കിട്ടാനുള്ള മറുപടി കിട്ടാതെ തന്നെ ഇവിടുന്ന് വിടില്ല. നോക്ക്, ആര് പറഞ്ഞിട്ട് ഇതൊക്കെ കാണിക്കുന്നത്? എന്നോട് ദേഷ്യപ്പെടാനും എന്നിൽ നിന്ന് അകലാനും തന്നോട് ആവശ്യപ്പെട്ടത് പ്രിയങ്കയാണോ അതോ എന്റെ അമ്മയാണോ? അകലാൻ എന്താ പ്രയാസം? നമ്മൾ തമ്മിൽ അടുപ്പമൊന്നുമില്ലല്ലോ. ഇല്ലേ? നോക്ക്, എന്റെ മുഖത്ത് നോക്കി നിഷേധിക്കും. രാധിക, ഈ പ്രശ്നം ഞാൻ പരിഹരിക്കാം. എടോ, തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ആരായാലും അവരെ ഞാൻ ചോദ്യം ചെയ്യാം. എടോ, താൻ ഇങ്ങനെ പെരുമാറുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് സഹിക്കാൻ പറ്റില്ല? ഞാൻ നിങ്ങളുടെ ആരുമല്ലെന്ന് പറഞ്ഞില്ലേ? ആവർത്തിച്ച് പറഞ്ഞിട്ടും പിന്നെ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നേ? എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ചീത്തയാക്കാനാണോ? അതോ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ തേടി പിടിക്കുന്നു എന്ന പഴി കേൾക്കാനാണോ? ഒരു കാര്യം മനസ്സിലാക്കിക്കോ. എന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ എന്റെ മനസ്സിൽ ഒരു സ്ഥാനേ ഉള്ളൂ. ഒരന്യപുരുഷൻ. ഒരന്യപുരുഷൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച എനിക്ക് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യും. പറയാനുള്ളതൊക്കെ ഞാൻ പറയും. അത് കേട്ട് നിൽക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം എന്റെ മുന്നിൽ വന്നു നിന്നാ മതി. ഈ ലോകത്ത് എത്രയോ ജീവികളുണ്ട്. അവയിൽ എത്ര എണ്ണത്തിന്റെ അടുത്ത് കാരുണ്യം കാണിക്കുന്നുണ്ട്. അങ്ങനെ കരുതിയാ മതി. ഒരു കൃമിയോ കീടോ ആണ് ഞാൻ. എവിടെയെങ്കിലും പോയി ജീവിച്ചു പോയിക്കോട്ടെ എന്ന് കരുതിക്കൂടെ? ദേവി തന്നെ എന്നെ ഉപദ്രവിക്കരുത്.
നിങ്ങൾ വലിയ വീട്ടിലെ പയ്യനാ, ഒരു ഭർത്താവാ. ആ കടമകളൊക്കെ ചെയ്തു തീർക്കാൻ നോക്ക്. അതെ, ആരോ നിന്റെ വായിൽ കുത്തി നിറച്ച വാചകങ്ങൾ അതൊക്കെ. ഇതിലൊന്നുപോലും സിൻസിയറായിട്ട് എന്റെ മുഖത്ത് നോക്കി പറയാൻ തന്നെ കൊണ്ടാവില്ല. നോക്ക്, ഈ പറഞ്ഞതിനപ്പുറത്ത് 1000 ഇരട്ടിയെങ്കിലും താൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അമ്മേ, ഞാൻ ഇത്രയും വെറുപ്പ് കാണിച്ച പോരെ വരുണിനോട്? അതോ ഇതിൽ കൂടുതലും ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അച്ഛനെ നല്ലത് മാത്രം പറഞ്ഞു പഠിപ്പിച്ചതുകൊണ്ട് മോശം വാക്കുകളൊന്നും നാവിൽ വരില്ല. അതൊക്കെ തെറ്റായി പോയിന്ന് ഇപ്പൊ തോന്നുന്നു. വഴിയരികിലും ബഹളം വെക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടാ മതിയായിരുന്നു. അപ്പൊ പിന്നെ നാവൻ എന്തോ വഴങ്ങുമല്ലോ അമ്മ. മോളെ, നീ എന്നെ ശപിക്കൊന്നും വേണ്ട. എന്റെ അവസ്ഥയിൽ നിൽക്കുന്ന ആർക്കും ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റൂ. നിന്റെ അനുജത്തിക്ക് വേണ്ടി നീ എന്നോട് പൊറുക്കണം. ആഹാ, ഇവളുടെ കണ്ണീര് കണ്ട് അമ്മയുടെ മനസ്സലിഞ്ഞു തുടങ്ങിയല്ലോ. എന്നാ പിന്നെ ഇവൾക്ക് മാപ്പ് കൊടുത്ത് ഇവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കണിമംഗലത്ത് വന്ന് ജീവിച്ചോളാൻ പറ. അപ്പൊ പിന്നെ പറയാനുള്ളത് മുഴുവൻ നാട്ടുകാരും പറഞ്ഞോളും. കണിമംഗലത്ത് പരമേശ്വരനും പത്മിനിയും മകന് രഹസ്യഭാര്യ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന്. കൽപ്പനേ, അമ്മേ, ഇതിലിപ്പോ എന്താ കുഴപ്പം? ഇവളെ കുറിച്ച് ഇങ്ങനെ മാത്രമല്ല, ഇതിൽ കൂടുതൽ പറയണം വരുണിനോട്. അത്രയ്ക്ക് വെറുപ്പിക്കണോ അവനെ? കണ്ണീര് കാണിക്കാൻ നീ മിടിക്കുകയാണെന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ഈ കണിമംഗലത്ത് വില പോവില്ല. ഇനി മുതൽ വരുണിന്റെ മുമ്പിൽ നീ എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ പറഞ്ഞുതരാം.